2018 പുറത്തിറങ്ങാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മൈക്ക് വെൻസ്. ഈ വർഷത്തെ അതായത് 2016 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? വി മധുസൂദനൻ നായർ. 2015-16 കാളിദാസ് സമ്മാൻ നേടിയ വ്യക്തി ആരാണ്? രാജ് ബിസാരിയ. ഏത് ഇന്ത്യക്കാരിയാണ് ആദ്യമായി ലേഡീസ് യൂറോപ്യൻ ഗോൾഫ് ടൂർ ടൈറ്റിൽ നേടിയത്? അദിതി അശോക്. ലോക ഡയബറ്റിസ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14. രാജ്യത്തെ ആദ്യ ബാങ്കിംഗ് റോബോട്ടിന്റെ പേര് എന്താണ്? ലക്ഷ്മി. സിറ്റി യൂണിയൻ ബാങ്കിലാണ് ഈ ലക്ഷ്മി എന്ന റോബോട്ട് ഉള്ളത്. ഇന്ത്യയിലെ ഏത് സിറ്റിയാണ് 104ാമത് നാഷണൽ സയൻസ് കോൺഗ്രസിന് ആതിഥ്യമരുളുന്നത്? തിരുപ്പതി. കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. സിംഗപ്പൂരിൽ വെച്ച് നടന്ന 4ാം വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യ. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ചൈനയെ ആയിരുന്നു. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടം നേടിയ പടം? പുലിമുരുകൻ. നിക്കരാഗയിൽ തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഡാനിയൽ ഒർട്ടേഗ. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഗൂഗിൾ ഇന്ത്യയിലെ ഏത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുമായി ചേർന്നാണ് 360 വെർച്വൽ ടൂർ ഇന്ത്യയിൽ ഒരുക്കുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ലോക സുനാമി ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 5. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിലെ ഏത് ചാനലിനെയാണ് ഒരു ദിവസത്തേക്ക് നിരോധിച്ചത്? NDTV. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്, അതായത് 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? സി രാധാകൃഷ്ണൻ. ഈയിടെ പബ്ലിഷ് ചെയ്ത എറ ഓഫ് ഡാർക്ക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ശശി തരൂർ. 2016 മാൻ ബുക്കർ പ്രൈസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പോൾ ബെറ്റി. 2016 മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 റേസ് ചാമ്പ്യൻ ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. എവിടെ വെച്ചാണ് 2016 നാഷണൽ ട്രൈബൽ കാർണിവൽ നടന്നത്? ന്യൂഡൽഹി. ഈയിടെ അന്തരിച്ച ഒരു പ്രമുഖ ഗായികയാണ് രാജ് ബീഗം. അവർ ഏത് സംസ്ഥാനത്തെ ഗായികയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറുടെ പേര് എന്താണ്?
കർണൽ സിംഗ്. ഇന്ത്യയിലെ ഏത് സിനിമയാണ് കെയ്റോയിൽ നടന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഡോക്യുമെന്ററി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്? ഡോട്ടർ ഓഫ് മദർ ഇന്ത്യ. ഈയിടെ നടന്ന മിസ് എർത്ത് 2016 മത്സരത്തിൽ വിജയ കിരീടം ചൂടിയത് ആരാണ്? കാതറിൻ എസ്പിൻ. കേരള ഗവൺമെന്റ് ഈയിടെ പുറംനാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർക്കായി ഹൗസിംഗ് ഫെസിലിറ്റി നൽകുവാനായി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? അപ്നാ ഘർ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പുതിയ ഡയറക്ടർ ജനറലായി ചുമതല ഏറ്റെടുത്തത് ആരാണ്? ഗെയ് റൈഡർ. 2016 ബിസിനസ് പേഴ്സണായി ഫോർച്യൂൺ മാഗസിൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ.